നമസ്കാരം. മനുഷ്യന് ഈ കടപ്പാട്, നന്ദി എന്നൊക്കെ പറയുന്ന സാധനം അത് ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവേണ്ട ചില കാര്യങ്ങളാണ്. ആരും പറഞ്ഞ് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ആരും പറഞ്ഞ് തിരുത്താനോ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഒരു പ്രവാസിയായ ഒരു വ്യക്തി ഗൾഫിൽ ഒരു ചെറിയ പ്രശ്നത്തിലകപ്പെട്ടപ്പോൾ ഞാൻ ഒരു സാമ്പത്തികമായൊരു സഹായത്തിൻ്റെ ആവശ്യമായിട്ട്, അല്ലെങ്കിൽ ഇച്ചിരി ഒരു സഹായം കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ളൊരു വ്യക്തിയെ ഞാൻ കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, "എടാ, ഞാൻ പൈസ വേണേൽ ചെയ്ത് വല്ലതും സഹായിക്കാം, പക്ഷേ മറ്റു കാര്യങ്ങളൊന്നും ഇടപെടാൻ എനിക്ക് താല്പര്യമില്ല. എന്ത് വെച്ചാൽ അതൊക്കെ അസോസിയേഷനൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ചെയ്തോളും, ഇതൊക്കെ എന്തെങ്കിലും ആയിപ്പോയിക്കോട്ടെ." അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ നമ്മൾക്കറിയാവുന്ന നാട്ടുകാരനാണ്, എന്തെങ്കിലും ഒരു രീതിയിൽ എന്തെങ്കിലും സഹായിക്കാമെന്ന് നോക്കണം. പുള്ളി പറഞ്ഞു, "എനിക്ക് ഒരു രീതിയിൽ താല്പര്യമില്ല, നീ പൈസ വല്ലതും വേണേൽ തരാം" എന്നൊക്കെ പറഞ്ഞു. പൈസ തരാൻ കുറേ ആൾക്കാരുണ്ട്. ഞാൻ പിന്നെ വലിയ കാര്യമാക്കാൻ പോയില്ല. 1-2 ദിവസം കഴിഞ്ഞ് എന്നെ ആ പുള്ളി വീണ്ടും തിരിച്ചു വിളിച്ചു. എന്നോട് പറഞ്ഞു, "എടാ, ഞാൻ പറഞ്ഞ മറ്റൊന്നുണ്ടല്ല, അയാൾക്ക് പറ്റിയൊരു അനുഭവം. ഈ നാട്ടിൽ നിന്ന് അയാൾ ഗൾഫിലാണ്, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നാട്ടിൽ നിന്ന് അയാളുടെ പേരൻസ് വിളിച്ച് പറഞ്ഞു, ഗൾഫിൽ നിന്ന് അതായത് ഈ പറയുന്ന വ്യക്തിയുടെ നാട്ടുകാരനൊരു പയ്യൻ ഗൾഫിലുള്ള ഏതോ ഒരു കമ്പനി ജോലിക്കായിട്ട് ഇവിടെ വരികയും അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തു." അപ്പോൾ പുള്ളിയോട് പറഞ്ഞു, "എടാ, ആ പുള്ളിയുടെ പേരൻസ് വിളിച്ച് പറഞ്ഞു, നീ ഒന്ന് പോയി അന്വേഷിക്കണം. ഇന്ന വീട്ടിലെ പയ്യനാണ്, നമുക്കറിയാവുന്ന പയ്യനാണ്, അവൻ എന്ത് പറ്റി എന്ന് പേരൻസ്." അപ്പോൾ ആ പയ്യൻ്റെ അപ്പൻ എന്നും വന്ന് ഇവൻ്റെ അപ്പനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയോ, "അച്ഛാ, ഒന്ന് നോക്ക്, അവൻ അവിടെ ആരും ഇല്ല" എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, "ഓക്കെ, ഞാൻ അന്വേഷിക്കാമെന്ന്" പറഞ്ഞിട്ട് ഈ മനുഷ്യനെ ഈ കമ്പനി എവിടെയാണെന്നും ഈ കമ്പനി താമസിക്കുന്ന ആൾക്കാർ എവിടെയാണെന്നൊക്കെ കണ്ടുപിടിച്ചു. ഈ കമ്പനി പല കമ്പനികളും കൊണ്ടുവന്ന് ഈ ആൾക്കാരെ കൊണ്ടുവന്ന് ബൾക്കായിട്ട് കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന പലപ്പോഴും പല ഗുദാമിലൊക്കെ ആയിരിക്കും. ഈ മനുഷ്യനെ എവിടേക്കോ പറഞ്ഞ് ഗൂഗിൾ മാപ്പ് ഇട്ടാൽ പോലും കണ്ടെത്താൻ പറ്റാത്ത പോലത്തെ ഒരു സ്ഥലത്താണ് കൊണ്ടുവന്ന് താമസിപ്പിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. റോഡൊന്നുമില്ല. ഈ വണ്ടി പോയ ടയറിൻ്റെ പാടുകളുടെ ഒരു ചെറിയൊരു ഐഡിയ വെച്ചിട്ട് പോയി ഇവരുടെ ക്യാമ്പിലെത്തുകയും അവിടെ ചെന്ന് ഈ പയ്യനെ കാണുകയൊക്കെ ചെയ്തു. അവനാകപ്പാടെ ബുദ്ധിമുട്ടായി. അവർക്ക് എന്തോ വിസയുടെ പ്രശ്നമാകുമോ, ഏതാണ്ടൊക്കെയോ പ്രശ്നമായിട്ട് ഇവനെ എപ്പോൾ നാട്ടിൽ പോകണോണ്ട് കടുപ്പിച്ച് നിൽക്കുക. അപ്പോൾ ഇയാൾ പോയി സംസാരിച്ചു. അപ്പോൾ കമ്പനിയിൽ അവർ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് കൊണ്ടുപോയിക്കോ, വിസയുടെ പേപ്പർ റെഡി ആകുമ്പോൾ ഞാൻ റിലീസ് ചെയ്ത് തരാം, ഞങ്ങൾ അവിടെ കയറ്റിവിടാനുള്ള കാര്യങ്ങൾ ചെയ്യാം. കാരണം ഈ പയ്യന് അവർക്ക് അവിടെ പലപ്പോഴും ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം ഇവൻ്റെ അവസ്ഥ കണ്ട് പറഞ്ഞൊരു കാര്യം ചെയ്യും, മോൻ എന്നാൽ എല്ലാ സാധനങ്ങളും എടുക്ക്, എൻ്റെ കൂടെ വാന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചെറുക്കനുമായിട്ട് ഇയാൾക്ക് യാതൊരു ബന്ധമില്ല. ഈ പയ്യൻ്റെ അപ്പനെ ഇയാൾക്കറിയാം, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇയാൾ ഇവൻ്റെ സാധനങ്ങളൊക്കെ ഇവനെ കാണാൻ പോയതാണ്. ഇവൻ്റെ സുഖവിവരങ്ങൾ അറിയാൻ പോയിട്ട് ഇവൻ്റെ അവസ്ഥ കണ്ടിട്ട് ഇവൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഇയാളേക്ക് കൂടെ പോരാൻ പറഞ്ഞു. നമുക്കറിയാം, ഗൾഫിൽ എല്ലാവരും ലക്ഷമായിട്ടൊന്നുമല്ല കഴിയുന്നത്. ഒരു 2 മുറിയോ അല്ല ഒരു മുറിയിലൊക്കെ ആയിരിക്കും കഴിയുന്നത്. അപ്പം ഈ പയ്യൻ വന്ന് പ്രമാണിച്ച് ഇയാളുടെ വീട്ടിൽ ആകെ 2 മുറിയേ ഉള്ളൂ. ആ ഒരു മുറിയിൽ 2 മക്കൾ കിടക്കുകയാണ്. ആ 2 കുഞ്ഞുങ്ങളെയും കൂടെ ഇയാളുടെ മുറിയിൽ കിടത്തിക്കൊണ്ട്, മോൻ ആ മുറി കിടന്നോന്ന് പറഞ്ഞ് അവന് അവിടെ ഒരു മുറി സംരക്ഷണം കൊടുത്ത്, അത്യാവശ്യം നല്ല ഭക്ഷണം എന്നും മേടിച്ച് കൊടുത്ത് ഭക്ഷണവും കഴിപ്പിച്ച്. കാരണം അവന് ക്യാമ്പിലും നല്ല ഭക്ഷണം കിട്ടുന്നില്ല. അപ്പോൾ അവിടെ ഒരു ഷെൽട്ടർ ഇയാൾ കൊടുത്തു. ഏതാണ്ട് 4 മാസത്തോളം എടുത്തു ഇവൻ്റെ വിസയുടെ ഈ പ്രോസസ്സിങ്ങൊക്കെ എന്താണ്ടൊക്കെയോ ഇഷ്യൂ ഉണ്ടായി വന്ന് പ്രശ്നമായതാണ്. അതെല്ലാം ഒന്ന് ക്ലിയറായി. ഈ പയ്യന് എക്സിറ്റ് റെഡിയായി. ഇവനെ കയറ്റിവിട്ടു. അത്യാവശ്യം കുറേ സാധനങ്ങളും ഇയാൾ മേടിച്ച് കൊടുത്ത് പയ്യനെ നാട്ടിൽ കയറ്റിവിട്ടു. ഏകദേശം 4 മാസം ഓർത്തോണേ. അങ്ങനെ ഈ പയ്യൻ നാട്ടിൽ പോയി, ഇയാളും കയറ്റിവിട്ടു. അപ്പൻ വന്ന് ഭയങ്കര സന്തോഷം പറയുകയും അങ്ങനെ എത്തിയതിൽ സന്തോഷപ്പെടുകയും അപ്പനും അമ്മയും വന്ന് ഇവരെ അപ്പനമ്മയെ കാണുകയൊക്കെ ചെയ്തു. എനിവേ, ഈ വ്യക്തി, ഞാൻ ഈ പറഞ്ഞ വ്യക്തി നാട്ടിൽ പോയി. ഇയാൾ നാട്ടിൽ വെക്കേഷന് പോയപ്പം ഈ മനുഷ്യനൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഏകദേശം 2 മാസത്തോളം ഇയാൾ ബെഡഡായിരുന്നു. അതായത് 1 മാസത്തോളം ഏകദേശം ആശുപത്രിയിലായിരുന്നു. അത് കഴിഞ്ഞ് 1 മാസത്തോളം റെസ്റ്റായിട്ട് വീട്ടിൽ ബെഡഡായിട്ട് നിൽക്കുകയാണ്. എന്നോട് ഈ മനുഷ്യൻ പറഞ്ഞടാ, ഈ രക്ഷപ്പെടുത്തി വിട്ടെന്ന് പറഞ്ഞ പയ്യൻ ഒരു പ്രാവശ്യം പോലും ഒന്ന് വിളിക്കുവോ, ഒന്ന് വന്ന് എന്നെ ഒന്ന് കാണുകയോ ചെയ്തില്ല. നമ്മൾ ഒന്നും വേണ്ടിയിട്ടല്ല. എന്നാൽ ഈ പയ്യൻ എവിടെയെങ്കിലും വലിയ ജോലിയിലാണെന്നോ അല്ലെങ്കിൽ വലിയ തിരക്കാണെന്നോ ഒന്നുമില്ല. ഇയാളൊരു സാധാരണ പയ്യൻ. അവൻ ആ നാട്ടിൽ തന്നെ ഉണ്ട്. ഏതാണ്ട് ഒരു 4-5 കിലോമീറ്റർ വണ്ടി ഓടിച്ച് വന്നാൽ ഇയാളെ കാണാൻ സാധിക്കും. ആ വീട്ടിൽ നിൽക്കുവാണ്. ഈ പയ്യൻ്റെ അപ്പനോ അല്ല ഈ പയ്യനോ ഒന്ന് സംസാരിക്കുമോ, അല്ലെങ്കിൽ ഒന്ന് എന്ത് പറ്റി ഒക്കെയാണോ, ഒന്നും വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞേ. നമ്മൾ പലപ്പോഴും ആവശ്യം ഉണ്ടായിട്ടല്ല.
പക്ഷെ മനുഷ്യൻ ആഗ്രഹിക്കും അല്ലേ, ഒരാളിൽ നിന്നൊരു ഒരു സഹകരണം അല്ല ഒരു നമ്മൾ പ്രതീക്ഷിക്കും. എടാ ഒന്നുമല്ല, ഈ 4 മാസം 3 നേരം ഭക്ഷണം കൊടുത്താന്ന് ആലോചിക്കണം, ഒരു വീട് കിടക്കാനും സൗകര്യങ്ങളെല്ലാം കൊടുത്താന്ന് ആലോചിക്കണം. എന്നിട്ട് പോലും ഈ പയ്യൻ ചെയ്തില്ല. അയാൾക്കത് ഭയങ്കര വിഷമമായിപ്പോയി. എന്നോട് പറഞ്ഞു, ഞാനത് കഴിഞ്ഞ പിന്നെ ആരെയും ഒരു പരിധിക്കപ്പുറം സഹായിക്കാൻ പോകത്തില്ല. കാരണം ആൾക്കാർ ഇങ്ങനെ, ഞാൻ വെച്ചാൽ അങ്ങനെയല്ല, ഒരാൾ അങ്ങനെ തെറ്റ് ചെയ്യുന്നില്ല, എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല. പക്ഷെ പുള്ളിയുടെ മനസ്സിൽ അത് എത്ര നോക്കിയിട്ടും, കാരണം ആദ്യം കയറിയ ആ ഒരു വിഷമം ഭയങ്കരമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ചില ആൾക്കാരുടെ ചില രീതികളാണ്. നമ്മൾ എത്ര സഹായിച്ചെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഒരു നന്ദിയില്ലാത്ത ആൾക്കാരായിട്ട് ചിലപ്പോൾ ആൾക്കാർ മാറും. ഞാൻ നിങ്ങളിലേക്ക് ഒരു അറിവിലേക്ക് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഒരാൾ കാണിക്കുന്ന ഒരു പ്രശ്നം കാരണം മറ്റൊരാൾക്ക് കിട്ടാനുള്ള ചില എന്താ പറയുക സൗഭാഗ്യങ്ങളോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കിട്ടാനുള്ള ചില സഹായങ്ങളോ ഇല്ലാതായിപ്പോകും. താങ്ക് യു.